എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിബി അരുൺ. ഞാൻ ലൈഫ് കോച്ചാണ്, മൈൻഡ് പവർ ട്രെയിനറാണ്, സ്പെഷ്യൽ പാരൻ്റ് മോട്ടിവേറ്റർ. ഇന്ന് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ മനസ്സ് കലുഷിതമാകുമ്പോൾ ശാന്തമായി മാറാൻ ഉള്ള ഒരു എളുപ്പ വഴിയാണ്. ഓക്കെ, ഇപ്പം സംടൈം എനിക്ക് ഇപ്പോഴൊന്നുമല്ല, കുറേ മുമ്പൊക്കെ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, എൻ്റെ മനസ്സ് ശാന്തമാക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഒരു സ്പേസ് ദൈവത്തിന് വേണ്ടി ഉണ്ടാവും ഇല്ലേ? നമ്മുടെ ഹിന്ദുസ് ആണെങ്കിൽ അവർക്ക് പൂജ റൂം എന്ന പേരിലായിരിക്കും. ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. മുസ്ലിംസ് ആണെങ്കിൽ അവർ നിസ്കരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഇരിക്കുക. ഞാനിപ്പം എനിക്ക് വിഷമം വരുമ്പോൾ പോയി ഇരിക്കുന്ന ഒരു സ്ഥലം എൻ്റെ പൂജാ റൂമാണ്. എൻ്റെ പൂജാ റൂമിൻ്റെ മുന്നിൽ എൻ്റെ ഭഗവാനെ നോക്കി ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഭഗവാനോട് തുറന്ന് പറയുക. മിണ്ടിയും പറഞ്ഞു ഇങ്ങനെ കുറേ നേരം നമ്മൾക്ക് നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവുന്നത് വരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും അവരോടൊക്കെ പറയുന്ന പോലെ നമുക്ക് ഭഗവാനോട് പറയാം. ഫ്രണ്ട്സ് പോലെ നമുക്ക് ഭഗവാനൊരു ഫ്രണ്ടായിട്ട് സ്വീകരിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. അപ്പോൾ ഈ പൂജാ റൂമിൽ ഇതിൻ്റെ മുന്നിലിരുന്നിട്ട് ഇതെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും. ഇതിൽ ഭഗവാൻ നമുക്ക് ആ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം തരുമ്പോഴാണ് നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുമ്പോൾ ആ മനസ്സിലുള്ള വിഷമങ്ങൾ, വികാരങ്ങളെല്ലാം, ആ മനസ്സിൻ്റെ ആ ഒരു ടെൻഷനെല്ലാം ഒഴുകി അങ്ങ് പോവുക ചെയ്യുന്നത്. അതാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇതെനിക്ക് ശരിക്കും അനുഭവമുള്ള കാര്യം കേട്ടോ. ഇപ്പോഴൊന്നുമല്ല, ഇപ്പോഴൊക്കെ ഞാൻ ഈ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും ലൈഫ് കോച്ചൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര, എൻ്റെ മനസ്സ് ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെയൊന്നും ടെൻഷൻസ് വരാറില്ല. ഞാൻ ഓൾവേസ് ഹാപ്പി ആയിട്ടിരിക്കും, ഹാപ്പിനെസ്സിലാണ്. ബട്ട് ഇതിനൊക്കെ മുമ്പ് എനിക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു. അത് നിങ്ങളോട് ഞാൻ പറയും. എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഉണ്ട്. ആ ഒരു സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ ഞാൻ ഭഗവാന്റെ മുന്നിൽ പോയിരുന്ന് ഭഗവാനെന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ കാര്യങ്ങളും മിണ്ടിയും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഇതാണ് ഭഗവാൻ. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറയുന്ന ഈ ഒരു വഴി ചെയ്തു നോക്കൂ. നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ട്, നമ്മുടെ മനസ്സ് നിറയും സ്നേഹം കൊണ്ട്. ഭഗവാന്റെ സ്നേഹം നമ്മളുടെ മനസ്സിൽ നിറയ്ക്കും. ഓക്കെ, ദൈവം നമ്മുടെ കൂടെ നിൽക്കും. എൻ്റെ അനുഭവമാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.